ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലയാളീസ് ഡ്രീം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി മലയാളീസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പൂ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നേരെ പൂ ഉണ്ടാക്കാനായിട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, പൂ ഉണ്ടാക്കാനായിട്ട് ആദ്യമായി വേണ്ട സാധനമാണ് ഇതുപോലൊരു A4 ഷീറ്റ് പേപ്പർ. പിന്നെ വേണ്ടത് ഒരു പേന വേണം. പേനയോ പെൻസിലോ എടുക്കാം. അപ്പം പേന എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടതാണ് നൂല്. ഇതെല്ലാവർക്കും കിട്ടുന്നതാണ് നൂല്. അപ്പോൾ പിന്നെ വേണ്ട അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് കത്രിക. എല്ലായിടവും ഉള്ള സാധനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നേരെ നമുക്ക് പൂ ഉണ്ടാക്കാനായിട്ട് പോകാം. നമുക്ക് ഈ പൂ ഉണ്ടാക്കാനായിട്ട് A4 ഷീറ്റ് പേപ്പർ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നേരെ മുറിച്ചെടുക്കാനായിട്ട് പോകാം. 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയിലുമാണിത് മുറിച്ചെടുക്കേണ്ടത്. അപ്പം 5 സെൻറ്റിമീറ്റർ വീതിയിലും നീളത്തിലും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 എണ്ണം കൂടി ആവശ്യമുണ്ട്. ഒരു പൂവിന് 3 എണ്ണമാണ് ആവശ്യം. അപ്പോൾ ഫ്രണ്ട്സ്, 3 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പേന എടുക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ 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 ചുരുട്ടണം. പതുക്കെ ചുരുട്ടണം. ഇച്ചിരി ലൂസായിട്ട് ചുരുട്ടണം, അല്ലെങ്കിൽ ഇതുണ്ട്. എന്നിട്ട് ഇങ്ങനെ നടുക്കുന്ന് ചെയ്യണം. അറ്റത്തിന് അതിനെ നടുക്ക് ഇതേപോലെ ചുളുങ്ങത്തില്ല. ഇങ്ങനെ ചുളുക്കണം. എന്നിട്ട് ഇവിടെ പിടിച്ച് പഴയതുപോലെ അങ്ങോട്ട് തുറക്കണം. അപ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ഒരു എതള്. ഇനി അതൊരു ഈ തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഇതാണ് ഒരു എതള്. അപ്പോൾ ബാക്കി 2 എതളും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 3 എതളുകളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൂട്ടിക്കെട്ടാം. അപ്പോൾ ഇത് ആദ്യത്തെ ഒരെണ്ണം എടുക്കണം. പിന്നെ നൂലെടുക്കണം ഫ്രണ്ട്സ്. എന്നിട്ട് ഇതിങ്ങനെ വെറുതെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഈ ഒരെണ്ണത്തിൽ വെറുതെ ഒന്ന് ചുറ്റി കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ചുറ്റാം. ചിലർ 3 എണ്ണം കൂടെ ഒരുമിച്ചായിരിക്കും ചുറ്റുന്നത്. അതായത് ഒരെണ്ണം ഇങ്ങനെ കെട്ടിയാൽ ഇച്ചിരി നല്ല ഉറപ്പിനിരുന്നോളൂ. രണ്ടാമത്തത് ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് അതിലും കൂടെ കൂട്ടി ചുറ്റണം. നമ്മളങ്ങനെ കൂട്ടി ചുറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നേരെയാക്കി കൊടുക്കണം. കൂട്ടി ചുറ്റണം. കൂട്ടി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 3ാമത്തെ എതളും കൂടെ ഒന്ന് വെച്ച് കൊടുത്തേക്കാം. ഇതൊന്ന് ഇച്ചിരി ശരിയാവാനുണ്ട്. അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരെണ്ണത്തിൽ ഇതേപോലെ നൂല് ചുറ്റിയിട്ടുണ്ട്. രണ്ടാമത്തത് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഒരു സൈലം തെറ്റിയാൽ പൂ മൊത്തത്തോടെ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിച്ച് ചെയ്യണം. നേരെ പിടിച്ചിട്ട് ഈ നൂല് ഇതിൻ്റെ 2 എണ്ണത്തിലും കൂടെ ആയിട്ട് ചുറ്റി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇച്ചിരി ടൈറ്റായിട്ട് ചുറ്റിയിട്ടുണ്ട്. ഇനി 3ാമത്തെ എതള് എടുത്ത് നേരെ ഇതിനകത്തേക്ക് വെക്കുക. അപ്പോൾ പൂവിൻ്റെ ഷേപ്പുണ്ട്. ഇനി ഇതും കൂടെ അങ്ങ് ചുറ്റി കൊടുക്കുക. ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കെട്ടുക. ഇനി ഇതങ്ങോട്ട് മുറിച്ച് കളയുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ പൂവുകളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 പൂ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതിന് കമ്പ് വെട്ടണം. അപ്പോൾ നേരെ കമ്പ് വെട്ടാനായിട്ട് അങ്ങ് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു കമ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിന് കുറേ ചെറിയ കമ്പുകളുണ്ട്. അതെല്ലാം നമുക്ക് ഒടിച്ചു കളഞ്ഞതിന് ശേഷം പച്ച പെയിൻ്റ് അടിക്കാനായിട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ കുഞ്ഞു കമ്പുകളൊക്കെ ഒടിച്ചതിന് ശേഷം പച്ച കമ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പച്ച പെയിൻറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ അങ്ങ് പച്ച പെയിൻറ്റ് അടി. ഇനിയിപ്പം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലായിട്ട് ആ പൂവുകളെല്ലാം വെക്കാം. അപ്പോൾ നേരെ നമുക്ക് പൂ വെക്കാനായിട്ട് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ പൂവ്. കാറ്റൊന്ന് ചെറുതായിട്ട് അടിക്കുന്നുണ്ട്, എല്ലാം നീങ്ങി പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ പൂവ്. കമ്പും റെഡിയാണ്. ഇനി ആവശ്യമുള്ള ആളാണ് നമ്മുടെ നൂല് ചേട്ടൻ. അപ്പോൾ നൂലിതാ ഇത് വെച്ചങ്ങ് നമുക്ക് നേരെ കെട്ടാം. ഫ്രണ്ട്സ്, നമ്മുടെ കമ്പെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പൂ എടുത്തിട്ട് ഏറ്റവും മേളിലേക്ക് ഇങ്ങനെ വെറുതെ വെക്കണം. എന്നിട്ട് നമ്മുടെ നൂലെടുത്തിട്ട് അതിനെ ഇങ്ങനെ
ചുറ്റി കൊടുക്കണം. നമ്മളിങ്ങനെ നന്നായിട്ട് നൂല് ചുറ്റണം. അത്ര ഉറഞ്ഞിരിക്കും അത് ചുറ്റുന്നതനുസരിച്ച്. ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ കെട്ടാം. അകത്തോട്ട് കയറ്റി അതിന് ശേഷം കെട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ കെട്ടാം. ആ കെട്ട് ഇച്ചിരി ഉറപ്പ് ശരിയല്ല. അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് കെട്ടിയെടുക്കാം. അയ്യോ ഫ്രണ്ട്സ്, പോയി. അപ്പോൾ നമുക്കിത് ആ ഉറപ്പ് കെട്ടാൻ്റെ പ്രശ്നമാണ് ഗായ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഒരെണ്ണം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ അടുത്തത് കെട്ടാൻ പോവുകയാണ്. ഇവിടെ വെക്കാം. ഇവിടെ വേണ്ട, ഇവിടെ വെക്കാം നമുക്ക്. എന്നിട്ട് നൂലെടുത്തിട്ട് നേരത്തെ പോലെ ചുറ്റണം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് അടുത്തതായിട്ട് ഇല വെട്ടാനായിട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇല വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എടുത്തിട്ട് നേരെ വളച്ച് വെട്ടണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇല നമ്മൾ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി ഇലകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങോട്ട് നമ്മൾ എടുക്കുക. ഇത്ര ഇലയൊന്നും ആവശ്യമില്ല, ഞാൻ ഇച്ചിരി കൂടുതൽ വെട്ടിയെന്നേ ഉള്ളൂ. നല്ലത് നമുക്ക് നോക്കിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇലകളെല്ലാം ഒരു സൈഡിലോട്ട് നല്ലതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അങ്ങ് പെയിൻ്റ് അടിക്കാനായിട്ട് തുടങ്ങാം. ഫ്രണ്ട്സ്, നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് എല്ലാം ഒട്ടിച്ചു വെക്കാം. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഫെവിക്വിക്ക് എടുത്തിട്ടുണ്ട് ഈ ഇല ഇതിനകത്തേക്ക് ഒട്ടിക്കാൻ. അപ്പോൾ ഫെവിക്വിക്കിൻ്റെ മൂടി തുറന്ന് ഇച്ചിരി തെറിച്ചായിരുന്നു. ആദ്യം ഇവിടെ പിടിക്കുക, ഇച്ചിരി എടുത്തിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഫെവിക്വിക്ക് വെച്ച് ഇല ഒട്ടിക്കാം. അപ്പോൾ ലാസ്റ്റ് ഒരു ഇലയുണ്ട്. ഇത് നമുക്കങ്ങ് ഒട്ടിക്കാം. ആദ്യം ഇതിൻ്റെ ഈ ഒരു ഇച്ചിരി എക്സസൈസ് ചെയ്തിരുന്നു പോർഷൻ ഉണ്ടായിരുന്നു. അതെടുത്ത് എല്ലാം ഇതാക്കിയിട്ട് ഇതിനകത്തേക്കൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടാതെ ഫെവിക്വിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ കമ്പും പൂവും റെഡിയായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിൻ്റെ അടുത്ത് കാണുന്ന മണി എനേബിൾ ചെയ്തിടുക. എന്നിട്ട് ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിടുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഗുഡ് ബൈ.